ട്രീറ്റ്മെൻറ്റാണ്. ഇതൊരു ബൊറാക്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ്. പ്രഷർ ഉപയോഗിച്ചിട്ട് ഇതിൽ വെച്ചിട്ട് പ്രഷർ ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് കയറ്റും. മനസ്സിലായോ? ഇത് സോഫ്റ്റ് വുഡിനാണ് ഇത് പറ്റുക, ഹാർഡ് വുഡിന് ഇത് പറ്റൂല. ഹാർഡ് വുഡിൻ്റെ ഉള്ളിലേക്ക് ഈ കെമിക്കൽ കയറൂല. ശരിക്കും മഹാഗണിയാണുള്ളത്. ഇത് മഹാഗണിയാണ്. നമ്മളെ ഈ പ്ലാവ് അതിനൊന്നും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. മാത്രമല്ല കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതിനുള്ളിലേക്ക് കെമിക്കൽ പോവില്ല എത്ര പ്രഷർ കൊടുത്താലും. CCB ഇത് എക്സ്റ്റീരിയർ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു വുഡ് എത്ര ടൈം ഇതിലേക്ക് വൈകുന്നേരം കയറ്റി വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് 24 hours. അതേസമയം സീസണിങ്ങിന് ഒരു 7 to 8 days വേണം. ഇത് പ്രഷർ കണ്ടില്ലേ? ഇത് മറ്റേ ഇതാണ് എന്താ ആവി എന്താ പറയല്, കോപ്പർ ക്രോമിയം ആൻഡ് ബോറോൺ പ്രഷർ ട്രീറ്റ്മെന്റ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഇത് പല സംഗതികളും 24 hours ഉള്ളില് ശരിക്കും ഇതിന്റെ സീസണിങ് കഴിയും. കെമിക്കൽ ട്രീറ്റ്മെന്റ് കഴിയും. അതിന്റെ വന്നിട്ട് എന്തായാലും 7 days എങ്കിലും പിടിക്കില്ല. ഇത് വന്നിട്ട് ഇപ്പൊ നമ്മളെ ഈ കുറെ കാലം കൊണ്ടുവരുന്നുണ്ടല്ലോ റോഡിൽ വിടുന്ന കേബിളുകളൊക്കെ, അതൊക്കെ എത്ര കാലം കഴിഞ്ഞാൽ പെട്ടി അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ? കാരണം അപ്പൊ അത് കേടാവാതിരിക്കാൻ വേണ്ടി മറ്റേ ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിഫൻസിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് പെട്ടികളൊക്കെ കണ്ടില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇതും വെള്ളമാണ്. ഇത് പണി തീരുമ്പോൾ ഇത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ ആ കളറായി മാറും. എന്നിട്ട് ഇത് സീസൺ ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും? ഈ വെള്ളയും കേടുവരില്ല എന്ന് പറഞ്ഞാൽ കാലാകാലം കേടുവരില്ല എന്നല്ല, ഒരു പരിധി വരെ കേടുവരാതിരിക്കും. ഈ സീസൺ സീസൺ ചെയ്യാന്ന് പറയുന്നത് ഉണക്കുക, അതിലുള്ള ജലാംശം പോക്കുക എന്നുള്ളതാണ്. അതിപ്പം നിങ്ങൾക്ക് ഹാർഡ് വുഡ് തേക്ക് നിങ്ങൾക്ക് വെറും സീസൺ ചെയ്താൽ മതി, പ്ലാവുകൾ വെറും സീസൺ ചെയ്താൽ മതി, ഇരുള് വെറും സീസൺ ചെയ്താൽ മതി. ഇത് കണ്ടില്ലേ, ഇതാണ് സീസണിങ്. സീസണിങ്ങിന്റെ മെത്തേഡ് ഇങ്ങനെയാണ്, അതായത് ഡ്രൈ ചെയ്യാണ്. ഡ്രൈ ചെയ്യുന്ന മെത്തേഡ്. ഇത് ഡ്രയർ ആണ് ശരിക്കും. ഇത് ഗ്യാപ്പുകൾ ഇട്ടിട്ട് അടുക്കി വെക്കും. ഇത് ആവി ഉപയോഗിച്ചിട്ട് ഇതിന്റെ ചൂട് കൊടുത്തിട്ട് ഇതിലുള്ള ജലാംശം പോകും. അപ്പൊ ആ ഫുള്ള് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് കംപ്ലീറ്റ് പുറത്തേക്ക് പോകും. ഈ ശരിക്കും വെർട്ടിക്കലായിട്ടും ഹൊറിസോണലായിട്ടും ഗ്യാപ്പുകൾ ഉണ്ടാവും. ആ ഗ്യാപ്പുകളുടെ ഉള്ളിലൂടെ ശരിക്കും ഇത് ചെയ്യുന്ന സമയത്ത്, ചൂട് കൊടുക്കുന്ന സമയത്ത് ശരിക്കും സീസൺ ആയിട്ട് അതിൻ്റെ ഉള്ളിലെ ജലാംശം പോയിട്ട് അത് പവറായിട്ടുള്ള വുഡായി മാറും. പിന്നെ ഈ വെറുതെ ഈ ഹാർഡ് വുഡ് ട്രീറ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത് അത് ആക്ച്വലി അതിന്റെ ആവശ്യമില്ല, അവർ ചെയ്യുന്നുമില്ല. ആവശ്യമില്ല, അത് ശരിക്കും ട്രീറ്റ് ചെയ്യുന്നില്ല, സീസണിങ് ചെയ്യണം. സീസണിങ് അവർ ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ചെയ്യുന്നില്ല. സീസൺ ചെയ്യുന്നത് നല്ലതാണ്. സീസൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അതിലുള്ള മോയ്സ്ചർ കണ്ടന്റ് കംപ്ലീറ്റ് പോകും. മനസ്സിലായോ? പക്ഷെ അതിൻ്റെ ഒരു വേറെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളെ കാലാവസ്ഥയ്ക്ക് ഇതിൽ ഇത് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സാധനമാണല്ലോ മരം എന്ന് പറയുന്നത്. അപ്പോൾ അത് അന്തരീക്ഷത്തിൽ നിന്നും ജലാംശം ആഗിരണം ചെയ്യും. അതേപോലെ തന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ മഴക്കാലത്ത് സംഭവിക്കും, ഉള്ളോട്ട് എടുക്കും. വെയിൽ വരുമ്പോൾ അത് അങ്ങോട്ട് ഒഴിവാക്കണ്ടേ. അതുകൊണ്ടാണ് ഈ ചുരുങ്ങലും വികസിക്കലും ഹാർഡ് വുഡുകൾ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് അതാണ്. ശരി, ഞാനാണ് ഈ മരം എടുക്കുന്നെങ്കിൽ ഇത് വിറകാണ്. മനസ്സിലായോ? ഇത് ഇവര് കെമിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ആവൂല. എന്നിട്ട് ഫർണിച്ചർ പോകും എന്ന് പറഞ്ഞാൽ കാലാകാലം ഒന്നും ആവൂല എന്നല്ല. ഇതിന്റെ കളർ ഈ കാതലിതാ, ഇത് കാലാകാലം ഒന്നും ആവൂല. സീസൺ ചെയ്താലും ആവില്ല, ആയില്ലെങ്കിലും ഒന്നും ആവില്ല, നല്ല മൂപ്പുള്ളതാണെങ്കിൽ. ഇത് സീസൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിൽക്കുന്നതിന്റെ പകുതി നിൽക്കുള്ളൂ എന്നാലും. പക്ഷേ കുറച്ചും കൂടി എന്തുണ്ടാവും, ലൈഫ് കിട്ടും.